ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഫാഹിലാണ് വന്നിരിക്കുന്നത്. ഫാഹിലിൽ വരാനായിട്ടുള്ള കാരണമുണ്ട്. ഫാഹിലിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിക്കണമെന്നുണ്ട്, പക്ഷേ അതിപ്പോൾ ഒരു സമയമില്ല. ഞാൻ പിന്നീട് ഒരു വീഡിയോ ഫാഹിലിലെ കുറച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഫാഹിലിൽ കുറേ സംഭവങ്ങളുണ്ട്. മാളുകളുണ്ട്, ഫിഷ് മാർക്കറ്റ്, സീ സൈഡ്, ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകൾ. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വേറൊരു ആവശ്യത്തിനാണ്. എൻ്റെ ദോസ്ത് വിളിച്ചിട്ട് വന്നതാണ്. പുള്ളിക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിക്കണം. അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഡിഷുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുക, അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം, ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഓക്കെ. മക്കാനിയിൽ വന്ന ആദ്യത്തെ ഒരു ഐറ്റമാണ് ഒരു നല്ലൊരു ചായ, നാടൻ ചായ. ഒന്ന് കുടിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കട്ടെ. അടുത്തൊരു ഐറ്റംസ് കാണാം, മക്കാനി ലബാൻ. ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടുത്തെ. സ്പെഷ്യൽ ഐറ്റം, ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അവൽ ജ്യൂസ്. അവൽ മിൽക്ക്, നമ്മൾ അവലൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിൽക്കാണ്. മക്കാനി സ്പെഷ്യലാണ്, ഇന്നത്തെ സ്പെഷ്യലാണ്. സഹദ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹമാണ് ഈ മക്കാനിയിലെ ഈ ജ്യൂസിൻ്റെയൊക്കെ, സ്പെഷ്യൽ ജ്യൂസിൻ്റെയും അതുപോലെ തന്നെ മക്കാനി ടീയുടെയൊക്കെ സ്പെഷ്യലിസ്റ്റ്. ഇദ്ദേഹമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ ജ്യൂസ് എല്ലാം ഉണ്ടാക്കി തന്നത്. ചിക്കൻ ഹണ്ടി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇപ്പോഴുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഡീർ ബിരിയാണിയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഇതുവരെ ഡീർ ബിരിയാണി കഴിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും നാട്ടിൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്കത് കഴിച്ചു നോക്കാം, അതിന് ടേസ്റ്റ് നോക്കാം. കഴിച്ചിട്ട് ഇതിനകത്ത് അഭിപ്രായം. അപ്പോൾ ഇവിടെ ഡീർ ബിരിയാണി റെഡിയാണ്. ഇതാണ് ഡീർ ബിരിയാണി. അപ്പോൾ ഞാനിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഡീർ ബിരിയാണി കഴിക്കാമെന്നുള്ളതാണ്. ഇവിടെ വഫ്ര എന്നുള്ള ഫാമിൽ നിന്നുള്ള അവിടെ വളർത്തുന്ന ഡീറിനെ റെഡിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഉണ്ടാവില്ല.
സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമേ ഉള്ളൂ ഡിയർ ബിരിയാണി കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഇവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഇന്നും, അതായത് ഇന്ന് 18-19 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സ്പെഷ്യൽ ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ഈ ബിരിയാണി നമുക്കിന്ന് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ബിരിയാണി. അപ്പോൾ ഡിയർ ബിരിയാണി റെഡിയാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഡിയർ ബിരിയാണി, മാൻ ബിരിയാണി. ഓക്കെ, നാട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് കുവൈത്തിൽ നിന്ന് ഇവിടുന്ന് സാധനം മീറ്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് വേണം നമുക്ക് നാട്ടിൽ കൊണ്ട് കഴിക്കാൻ. അത് ചില പ്രശ്നമാവും. അപ്പോൾ നമുക്ക് ഇവിടെ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി ഉണ്ടല്ലേ. ഇത് നമ്മുടെ യൂനിസ് സാഹിബ്, അനീഫ. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ദമ്മ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തോ. അപ്പോൾ സിജനോട് പറഞ്ഞ നമ്മളെ കസ്റ്റമറിലൊന്നും എടുക്കണേ, എൻ്റെ ഫ്രണ്ടാണ്. ഇതിൻ്റെ തന്നെ നെയ്യാണ്. സൂപ്പർ മീറ്റ്, നല്ല ദം ബിരിയാണി. അപ്പോൾ ഇത് കഴിച്ചിട്ട് നല്ല അടിപൊളി സാധനമാണ്. നല്ല ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഡിയർ ബിരിയാണി അല്ലേ. നോക്കാം. ഇതിൻ്റെ കൂടെ ക്യാമൽ റോസ്റ്റ്. കഴിച്ചപ്പോഴേ ഇതിൻ്റെ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീരകശാല റൈസാണ്. നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ. ബിരിയാണിയുടെ ഒപ്പം ജീരകശാല റൈസാണ് കുറച്ചും കൂടെ ബെറ്റർ. നല്ല കറക്റ്റ് വേവും നല്ല ദമ്മായിട്ടുണ്ട്. എന്തായാലും നല്ല ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ എനിക്കിപ്പോൾ തോന്നിയത് നെയ്യൊന്നും ഒരുപാട് കൂടുതലില്ല. നമ്മൾ മട്ടനാണെങ്കിലും ഡീറിൻ്റെ ഇതാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നുള്ള നെയ്യിൻ്റെ ഒരു കുറച്ച് ഇതുള്ളൂ. അല്ലാതെ റൈസൊക്കെ നല്ല നോർമൽ, വളരെ പാകത്തിൽ നെയ്യും കിട്ടുകയാണ്. അതുപോലെ തന്നെ എരിവൊന്നും ജാസ്തിയില്ല. മസാലയാണെങ്കിൽ മിക്സിങ് നല്ല അസാധ്യ മിക്സിങ്ങാണ്. അതാണ് ഇത്രയും ടേസ്റ്റ്. എന്തായാലും എനിക്കിഷ്ടമായി. അപ്പോൾ തലശ്ശേരി സ്റ്റൈലിലുള്ള ആ ഒരു ബിരിയാണി കഴിച്ചു. നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുവൈത്തിലുള്ള ഇതുപോലുള്ള ഫുഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള വീഡിയോസുകൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കാണണം, വാച്ച് ചെയ്യണം. നല്ല നല്ല ഫുഡുകൾ, നല്ല നല്ല ഡിഷുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന എപ്പിസോഡുകൾ ഇനി വരുന്നതായിരിക്കും. അത് കുവൈത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പോയിട്ട് നമ്മളത് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഗുഡ് ബൈ. നല്ല ഫുഡാണ്, നല്ല സർവീസാണ്, നല്ല കസ്റ്റമർ സർവീസാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കേട്ടോ. ഗൾഫ് മാർട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. മക്കാനി സ്പെഷ്യൽ ടീ ഉണ്ട്, അതുപോലെ മക്കാനി ലെബൻ ഉണ്ട്. നമ്മളെ വാർഷിക ആഘോഷമായതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഡീർ റോസ്റ്റ് ഉണ്ട്, അതുപോലെ ഡീർ ബിരിയാണി ഉണ്ട്, കൂന്തൽ ബിരിയാണി ഉണ്ട്, ക്യാമൽ ബിരിയാണി ഉണ്ട്, ക്യാമൽ റോസ്റ്റ് ഉണ്ട്. എന്ത് ബിരിയാണിയാ? എന്താ ടേസ്റ്റ്? സൂപ്പറാണോ? വെറൈറ്റി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ആണല്ലേ?